ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഉണ്ടല്ലോ ചാനൽ പുതുതായിട്ടല്ലോ ആരെങ്കിലും എല്ലാം കാണുന്നുണ്ടെങ്കിൽ വീഡിയോസും വ്ളോഗ്സും എല്ലാം ഇഷ്ടമാകുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക, ആ ബെല്ലൈക്കണൊന്ന് പ്രസ് ആക്കുക. പിന്നെ ഉണ്ടല്ലോ വീഡിയോനെ പറ്റിയിട്ട് നല്ല കമൻസ് എല്ലാം ഇടട്ടാ. ഇന്നത്തെ ഒരു വീഡിയോ ഉണ്ടല്ലോ ജിമ്മിനെല്ലാം പോകുന്നവർക്കെല്ലോ ഹെൽപ്ഫുള്ളാണ് ഒരു ഹെൽത്തി ഷവർമേൻ്റെ റെസിപ്പി ആട്ടാ. അതിനായിട്ട് ഞാനുണ്ടല്ലോ ഒരു ബൗൾ എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ടേക്ക് ബ്രസ്റ്റിൻ്റെ പീസ് ചിക്കൻ ഉണ്ടല്ലോ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതെല്ലാം നന്നായിട്ട് കഴുകിയിട്ട് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പിന്നെ ഗാർലിക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 2-3 ഇല്ലി ഗാർലിക്ക് എടുത്തിട്ട് ഇതിൻ്റെ അകത്തോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലെമണിൻ്റെ നീരിങ്ങനെ പിഴിഞ്ഞ് കൊടുക്കുക. നെക്സ്റ്റ് ഉണ്ടല്ലോ ആവശ്യത്തിന് ഉപ്പ് ഇടുക, ആവശ്യത്തിന് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഉണ്ടല്ലോ യോഗട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കുക. ഇപ്പോഴേക്കും നമുക്കുണ്ടല്ലോ ഒരു സാലഡ് ആക്കാനായിട്ടുണ്ട് കേട്ടോ. അതിനായിട്ട് ഞാനിതാ കുറച്ച് വെളിങ്ങനെ ടൊമാറ്റോ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു ഒനിയന് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്, പിന്നെ ഉണ്ടല്ലോ കുക്കമ്പർ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നെക്സ്റ്റ് ഒരു ബൗളെടുത്ത് അതിൻ്റെ അകത്തോട്ടേക്കുണ്ടല്ലോ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് കുക്കമ്പർ ഇട്ട് കൊടുക്കുക. കുറച്ച് ലെമണും ആക്കിയിട്ട് കൊടുക്കട്ടെ, ഇങ്ങനെ പിഴിഞ്ഞ് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കനെ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിപ്പോൾ ഒരു പാന് ചൂടാകാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എനിപ്പോൾ നന്നായിട്ട് ചൂടായതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ ഈ ചിക്കൻ്റെ ഇത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തുനിന്നൊരു വെള്ളം ഇങ്ങനെ ആവും. അതെല്ലോ എന്നിട്ട് ആ മൂടി ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ഇങ്ങനെ കുക്കാക്കിയിട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അങ്ങനെ ഇതെല്ലാം ഓൾമോസ്റ്റ് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിപ്പോൾ ഷവർമ റോളാക്കണോ എല്ലാം സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. എനിപ്പോൾ ഞാനിപ്പോൾ ചപ്പാത്തിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ. നിങ്ങളേത്തിപ്പോൾ എനിപ്പോൾ ഒരു പാൻ വെച്ചിട്ട് ചൂടായിട്ടുണ്ടല്ലോ, ചപ്പാത്തിയെല്ലാം ഓരോന്നായിട്ട് ഇട്ടിട്ട് ചുട്ടെടുക്കലാണ് കേട്ടോ. അതെല്ലാം എല്ലാവർക്കും അറിയില്ലേ. ഇതിപ്പോൾ നിങ്ങൾക്കിപ്പോൾ നാലോ അങ്ങനത്തെ കുബൂസിലെല്ലാം വെച്ചിട്ട് ചെയ്യട്ടാ. എനിക്കിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഞാനിപ്പോൾ എല്ലാം കുക്കാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു ഫോയിൽ പേപ്പറിൽ വെച്ചിട്ട് ആദ്യം യോഗട്ടിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടുണ്ടല്ലോ ചിക്കനെ ആക്കിയിട്ട് കൊടുക്കാം. ഷവർമ റോളാക്കുന്നതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്കെല്ലാം അറിയാവുന്നതായിരിക്കുമല്ലേ. എന്നിട്ട് ഇങ്ങനെ ചിക്കൻ ഇങ്ങനെ വെച്ച് കൊടുക്കുക. നെക്സ്റ്റ് ആ ഒരു വെജിറ്റബിൾസിൻ്റെ സലാഡ്സ് ഉണ്ടല്ലോ അതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് യോഗട്ടിൻ്റെ ആ മിക്സ് ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് ആക്കിയിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ റോൾ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അങ്ങനെ ഹെൽത്തി ഷവർമേൻ്റെ റോള് ഇങ്ങനെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുണ്ടല്ലോ ലോ കലോറി ആണെങ്കിലും ഹൈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാ. അത് ഞാൻ മക്കൾക്ക് ആക്കിയിട്ട് വെച്ചതാട്ടാ. ഇതുണ്ടല്ലോ ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് കുട്ടികൾക്ക് അങ്ങനെ ജിർജിർ അതൊന്നും ഇഷ്ടമില്ല കേട്ടോ. ജസ്റ്റ് ജിർജിർ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ അതുപോലെ തന്നെ ആക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ജിമ്മിനെല്ലോ പോകുന്നവർക്കും വെയിറ്റ് ലോസിനെല്ലോ ഹെൽപ്ഫുള്ളാകുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ആക്കാമെന്ന്. നെക്സ്റ്റ് വീഡിയോ വ്ളോഗ്സ് എല്ലാം ആയിട്ട് വരാം കേട്ടോ.